ഓക്കെ ആപ്പ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. ഞാൻ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് പറഞ്ഞുതരാം. ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങള്? പമ്പിൽ ഗ്യാങ്ങോസിലോട്ട് വരാം. ബട്ട് ഗ്യാങ്ങോസിലോട്ട് വരുമ്പോ ചിലപ്പോ അടിയായിരിക്കും. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ബട്ട് അവന്മാരെല്ലാരും വണ്ടി ഉണ്ട്. ബട്ട് ഗ്യാങ്ങോസിലോട്ട് വരുമ്പോ ചിലപ്പോ ഒരു അടിയാവും. എടാ ഞാൻ എസ് പമ്പിൽ ആദ്യം ഒന്ന് വന്ന് എല്ലാരും ഒന്ന് ഇതാക്കിയടാ. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? ആകെ നമ്മൾ 5-10 പേരുള്ളൂ. എന്താ സിറ്റുവേഷൻ? എന്താണ് സാധനം? ആണ് ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാനും കുറുപ്പും എന്റെ ഡീമണും പിന്നെ ഒരാളും കൂടി തരുന്നത്. നമ്മളെല്ലാരും ചുമ്മാ വണ്ടി ഓടിച്ച് കളിക്കുന്നത്. അപ്പൊ എസ് പമ്പിലോട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വണ്ടി വന്ന് ചുമ്മാ പിറ്റ് ചെയ്തിട്ട് പോയി. അപ്പൊ നമ്മള് ചുമ്മാ വന്ന് പിറ്റ് ചെയ്തിട്ട് ഇവര് നിർത്തിയില്ല. അപ്പൊ നമ്മള് പിന്നാലെ പോയി. ബട്ട് ഇവന്മാരെ കണ്ടില്ല. പിന്നെ ഒരു വണ്ടി T47 വണ്ടി നമ്മൾ ഗാരേജിൽ വെക്കണ്ടായിരുന്നു. ഒരു വണ്ടി ഇപ്പൊ ഞങ്ങളുടെ വന്നിട്ട് പോയടാ. അത് T47 ആണോ ടോക്കി ആണോ അറിഞ്ഞൂടാ. വണ്ടി വന്നിട്ട് വന്നേ വണ്ടി എടുത്ത് ഇങ്ങോട്ട്. ഉള്ള വണ്ടി വെച്ച് ഇറങ്ങുവാ. നമുക്ക് ഇവിടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആയി, ഫണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ക്രോസ് ഇല്ല. അല്ലല്ല നടക്കൂല. ഞാൻ പറയുന്നേക്കാം. അവിടെ നിങ്ങളുടെ ടിവിയുടെ ഗ്യാങ്ങോസിന്റെ ആ ഏരിയ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ പുതിയ ആൾക്കാരുടെ ഇതും അപ്പാപ്പനും ഇപ്പൊ കേറും. അവര് കയറിക്കൊണ്ടിരിക്കും. ഒന്ന് വെയിറ്റ്. നീല എവിടെ? നീ എവിടെ? ഞാൻ ഏരിയ എടുത്തിട്ട് വരാടാ. നീ എവിടെ? ഏരിയ എടുത്ത് മുതിക്കിലോട്ട് വന്നേ. ഭരത നീ എവിടെ? എടാ ഈ ഇവനെന്ത്? ഹലോ നമ്മുടെ കൂടെ 2-3-4 പേർക്ക് ബാനാണ്. പിന്നെ നമുക്ക് പ്രീവാർ കളിക്കാനുള്ള ആളാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴേ ആയിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. ചില്ലാവ്. നമുക്ക് ഫുൾ ആയിട്ടില്ല ഇപ്പോഴേ. നിങ്ങളൊക്കെ ചില്ലാവ്. പയ്യെ അതിലേക്കൊക്കെ വരും. വണ്ടി കയറ്റി കൊന്നാ സേഫ് സോണിനകത്ത് വണ്ടി കയറി ചാവോ? അത് നമുക്ക് ടൈം ഉണ്ട് കേട്ടോ. ദൈവം 8 തുടങ്ങിയ 3 പ്രാവശ്യം 8 ഇറങ്ങിയേ പറ്റൂ. എങ്ങനെയാലും വണ്ടി കയറ്റാണല്ലോ ഇത്. അമ്മര് വണ്ടി കയറ്റിടാ. നിങ്ങളൊരു കാര്യം ചെയ്യടാ. കാര്യമില്ലടാ, ഇത് എടുക്കാൻ പറ്റൂല. കണ്ണാപ്പി പബ്ജി കൊന്നാ EMS വണ്ടി കെറ്റിക്കൊന്ന്. ഡോർക്കി ഒരാളാ ഉടുപ്പൂരി ആ വീടിന്റെ മോള് സ്റ്റെപ്പ് കയറാവോ? നടക്കില്ലടാ, എന്റെ പുറകെ വരുവോ? നടക്കൂലടാ. എടാ ഞാൻ പറയുന്നേക്ക്, നമുക്ക് ബാക്കപ്പ് ഓൺ ഫുഡ് കൊണ്ട് കൊടുത്താലേ ഇവന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് കാർ എടുത്തിട്ട് ഓൺ ഫുഡ് എടുത്തിട്ട് നമുക്ക് ഇവന്മാർ ഇവിടെ കൊണ്ടിട്ട് അടിക്കാം. മനസ്സിലായി? അപ്പൊ അതാകുമ്പോ സേഫ് ഉള്ളവന്മാർക്ക് ഇറങ്ങി തല്ലാൻ പറ്റും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളഞ്ഞിട്ട് അടിക്കാം. ഇത് ആരുടെ ഇവിടെ വേറെ ചത്തിടക്കണ? നമ്മുടെ കിണ്ടി ചത്തെടുക്കാം അവിടെ. ഡീമ കുത്തണ്ട, അത് കൊല്ലിക്ക് തന്നെ ഇടിച്ച് ചത്ത പിന്നെ നിനക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. പറഞ്ഞു. ഗൈസ് എമൗണ്ട് അയക്കാൻ ആരും മറക്കില്ല ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ്. അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് ഒന്ന് അയക്കണേ ഗൈസ്. നമ്മളിപ്പോ എത്ര പേരുണ്ട് ടോട്ടൽ? അപ്പാപ്പ വന്നു. അപ്പാപ്പ ഒരു സിറ്റുവേഷൻ ആണ്. T47 ആയിട്ട് നമ്മുടെ പിള്ളേർ കുറച്ച് പേര് അവിടെ മുതുക്കില് പെട്ടിരിക്കും. അവർക്ക് ഇറങ്ങാനും പറ്റത്തില്ല, അവിടെ ഹോൾഡ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ മക്കളൊക്കെ എന്ത് നടക്കത്തില്ല. നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. അമ്മാർ എത്ര പേരുണ്ടാവൂടാ? അവര് അല്ല അപ്പാപ്പ നമ്മുടെ 2 പേര് MGയില് വണ്ടി കയറി ചത്തിറക്കുക. ഞാൻ പറഞ്ഞേക്ക് എടാ കൂളേക്ക്. അതായത് നമുക്ക് ആളുണ്ടെങ്കിൽ കേറ്റ്. കാരണം ഇല്ലെങ്കിൽ കാരണം നമ്മള് വെയിറ്റ് ചെയ്തവരും അവര് കൂടുതൽ ആള് കയറത്തുള്ളൂ. മനസ്സിലായി? അത് നമുക്ക് നമ്മള് കൊറേ സമയം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കയറത്തുള്ളൂ. മനസ്സിലായി? നമുക്ക് ഓൾറെഡി കുറവ് ആൾക്കാര് കയറുന്നവര് പെട്ടെന്ന് കയറുക. അണ്ണവരെ അടി പൊട്ടിക്കുക. പിന്നെ അവർക്ക് അടി പൊട്ടിയാൽ പിന്നെ അവന്മാർക്ക് ആളെ കയറ്റാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അതാ ബോഡി EMS വെളിയിലോട്ട് മുതുക്കിയത് ആളെ എടുത്തോണ്ട് വരിക. EMS വലിച്ച് വെളിയിലോട്ട് ഇട്ടത്. ഇപ്പൊ അവന്മാര് ആശനെ കൊണ്ടുപോകും മിക്കാറും.
കൊണ്ടുപോകാൻ നാളെ അടി പൊട്ടിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാരും അടിച്ചാലോ? നമ്മളെല്ലാരും ഇവിടെ കൊറേ പേര് മുതുക്കില് കൊറേ അടി പൊട്ടിക്കവരെ എടുത്ത വണ്ടി ഉണ്ട്. അപ്പൊ മറ്റേ നമ്മുടെ ഇവിടെ അമ്മരവിടെ നിപ്പുണ്ട് രണ്ടുപേര്. മനസ്സിലായ അവര് നമ്മളെ നിപ്പുണ്ട് 2 വണ്ടി അവിടെ നിപ്പുണ്ട്. അപ്പൊ നമ്മൾ അത് അവന്മാർക്ക് കൊടുത്തിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. മനസ്സിലായ നിന്റെ തന്ത ഞാനും മുതുക്കിലുണ്ട് കേക്കാമോ മുതുക്കിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഇവിടെ അടി പൊട്ടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നീയൊക്കെ ഇങ്ങോട്ട് വന്നേക്കണം. ഇതാ വണ്ടിക്കകത്ത് ഇവിടെ നമ്മൾ എത്ര പേരുണ്ട്? ഗ്യാങ്സിലുള്ള എല്ലാരും ഇറങ്ങിയാടാ. ഓക്കെ വാ. ഇതാരെ ഈഗിൾ ബ്രോ കൊല്ലല്ലേ? 77,000 ആയി. എടാ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം കേറിയാ? ഗ്യാങ്സ് ഇനി ആരുമില്ലല്ലോ. ഇനി കെവിന് ഒന്ന് ഹെൽമെറ്റ് ഡ്രസ് വേണം അടിക്ക്. റോള് മാത്രം പോരെ? അവന് ഡ്രസ് മാത്രം മതി. നമുക്കിനി അവിടെ കൊണ്ട് കുത്ത അടിക്കുക അത്രയുള്ള വേണമെങ്കിൽ ഡീലന്റെ ഒട്ടിക്കോ. നീല ഒറ്റ തോന്നുന്നു ബാക്കില്. നീല ഒറ്റയ്ക്കാണോ നീ? ഇല്ല ഞാൻ വരാം. ഡോർക്കി എടാ ഡീമ എന്റെ വണ്ടി സൂക്ഷിച്ചാണ് നോക്കിക്കോണേ കേട്ടാ. ഞാൻ കുതുന്നതിന്റെ ബാക്കപ്പ് അടിച്ചാണേ ഡീമ. എടാ ഡോർക്കി എന്റെ വണ്ടി കാണുന്നുണ്ടോ? ഞാൻ കണ്ടൂടാ ഇത് തുറന്ന വണ്ടി. ഞാൻ മുതിക്കലാ. ഞാനും മുതുക്കില്ല എടാ പൊട്ടിക്കോ ടയർ പൊട്ടിക്കോ. ഒറ്റ വണ്ടി അറിയാൻ കാര്യ ഇവന്മാരെ ഡോർക്ക് ഇങ്ങോട്ട് റോട്ടിലോട്ടോ. ഡൗൺ എടാ ഹലോ റേഡിയോയിൽ ആരെങ്കിലും പിങ് ചെയ്യാവോ? പിങ്ങി നമ്മുടെ എല്ലാം 15 വയസ്സ് താഴെയാണ്. ചില്ലാവണേ കൈസ് നിങ്ങൾ. എല്ലാം 15 വയസ്സ് താഴെയുള്ള പിള്ളേരാണ്. പ്ലീസ് ഒന്ന് ചില്ലാവണേ. ഇവന്മാരിത് വാറാക്കാൻ പറ്റില്ല കൈസ്. കാരണം ഇവന്മാരെ PC ഓഫ് ചെയ്യും. പ്രീ വാർ മാത്രമേ നടക്കുകയുള്ളൂ ഇവിടെ. ഇവർ PC ഓഫ് ചെയ്യും വീട്ടുകാരെ. ഒരുത്തിനിപ്പോൾ വന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ പറഞ്ഞിട്ട് പോയാണ്ടായിരുന്നോ? വാറാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൈസ്. ഇപ്പം 12:45 ആയില്ലേ. ഇപ്പം രാവിലെ നാളെ ക്ലാസ് ഉണ്ട്. ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച അല്ലേ? കൊടുത്തടാ അവനൊക്കെ
അവര് 30 പേരുണ്ട്. കുഴപ്പമില്ല. അടിച്ചോട്ടെ. നമ്മളാകെ 15 പേരേ ഉള്ളൂ. ചില്ലാവ്. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എനിക്കറിയാം, ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ചില്ലാവ് നിങ്ങള്. ചില്ലാവ്. ഇവനൊന്നും ഒരു കഴിവില്ലേ, ഒരു വായ്ത്താളത്തിനുള്ള അടി പോലും ഇല്ലല്ലോ ഇവനൊന്നും. ഇവിടെ നിന്ന് ഇങ്ങനെ പറയണം. ആ മര്യാദ പഠിപ്പിക്കാൻ അവനെ മര്യാദ ചുമ്മാ കിടന്ന് കൊണക്കുന്ന ഒരു കാര്യമില്ല. പോയി 4 ആൾ അടിച്ചിട്ട് വല്ല കൊണക്കണം. 10 പേര് അടിയും കൊണ്ടിട്ട് നമ്മളെത്തും ഉണ്ടാക്കാൻ പറ്റുന്ന. ആദ്യം പോയി ബോട്ടിനെ അടിച്ച് പഠിക്കാം. ബോട്ടിനെ അടിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളായിട്ട് വാറെടുത്തത് ഇവന്മാരായിട്ട്. കുഴപ്പമില്ല. തീട്ടന്നറിവല്ലോ ഇവനൊക്കെ പോകുമ്പോ കിട്ടുന്നില്ലല്ലോ. തോളത്തേറ് വായിലെടുപ്പ് നല്ല അവന്റെ കുടുംബത്തൊഴിലാന്നാ തോന്നുന്നത്. കറക്റ്റ് അതേ കറക്റ്റ് പെർഫെക്ഷൻ. എന്തോ എല്ലാം അറിയാണോ? പശുവിനെ കറക്കട്ടാ തീട്ട. പോത്തിന്റെ അകിടും ചൂപ്പി ഇറന്നവനൊക്കെ കൊണക്കുന്ന തീട്ടം അടിയോട്ട് കുഴിച്ചില്ല. നീ വായിൽ എല്ലാം പോത്തിന്റെ പറ്റേ പഴയ അകിടില്ലേ വായിൽ കയറ്റി വെക്കുന്നു കേട്ടോ. തീട്ടം മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നു തീട്ട കണ്ടുകളെല്ലാം. അത് തീട്ടം ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുന്നു. സത്യല്ലേ അല്ലേ കണ്ട പൊട്ടന്മാരടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മള് മാറിക്കണ ഇത് ആരുടെ നിന്ന് കത്തണേ. തീട്ടം വീണോ ഇതില്ല കൊയ്യാൻകുട്ടിക്ക് തൂറാൻ മുട്ടി. അല്ല മറ്റേ പോത്തുംകുട്ടി ഇവിടെ കേറിയാ? നീ ഒരു വണ്ടി അതന്നെ ആളുടെ മറ്റേ ഐഡിയ വർക്ക് ആയില്ല കേട്ടാ. റീസ്മോ അടിക്കാൻ എങ്ങനെയാണ് ഇതിനകത്ത്? ജി മാത്രമല്ല ഉള്ള ഓപ്ഷൻ. ലോങ് പ്രസ് ആണ് എന്താണ്? ഒരുപാട് മര്യാദ അങ്ങോട്ട് പ്രതീക്ഷിക്കണം. ഇനിയും കൂടെ ഒന്നുകൂടെ പറഞ്ഞു മര്യാദ പഠിപ്പിക്കാൻ. കണ്ടിന്റെ കയ്യിൽ പോകുന്നില്ല. ഇൻവെന്റർ വായ്പയല്ലേ? ഹലോ ചില്ലട ഒരു സീനില്ല. എന്തായാലും പിള്ളേരെ കെട്ടുമ്പോ കാണിക്കും നമ്മള് 30 പേരൊക്കെ വന്നിട്ട് എന്ത് പിന്നല്ല. എനിക്ക് ഇവിടെ ലോക്കറില്ല. പണ്ട് ചെയ്ത സാധനം വീണ്ടും ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല. വീണ്ടും തുടങ്ങുന്നതിനെയൊക്കെ ഉറക്കാൻ. ഒരു കാര്യം ചെയ്യ്, നേരെ മീറ്റിംഗ് വിളിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവന്മാരുടെ പോയിട്ടേ ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം നോക്കിട്ട് വേറെ വിളി. നിന്റെ ഗ്യാങ് തോക്കരപ്പല്ലേ? 15 ഉണ്ടാവും തോന്നുന്നു. വാ എന്തായാലും നോക്കാം. വാ 15 അല്ലെങ്കിൽ ഏതായാലും ചോദിക്കാം നമുക്ക്. എന്റെ 6 കോടി പോയി കയ്യിലായിരുന്നു. അത് നിങ്ങൾ ഇച്ചിരി ബാക്ക് മുമ്പ് വന്നേരം കളി കിട്ടിയടാ. നമുക്ക് നോക്കാം. വാ കുഴപ്പമില്ല. വാ വണ്ടി എടുത്തോ. തോക്കെടുത്തിട്ട് വാറടിച്ചിട്ട് ബാക്കി വാ. ഇപ്പൊ ഒന്നും മിണ്ടണ്ട. പറയുന്നതെല്ലാം പറയട്ടെ.
ഷോപ്പിൽ നിന്ന് അത് വിളിക്കട്ടെ, മീറ്റിംഗ് വിളിക്കട്ടെ ഹോസണ്ണ. ആ മീറ്റിംഗ് വിളിച്ചോ. ഫോൺ എവിടെ നിന്ന് റേഡിയോ മേടിച്ചിട്ട് ഗ്യാങ് ഹൗസിലോട്ട് പോകണോ? റെഡി മേടിച്ചിട്ട് ഇപ്പുറത്തെ കടയിൽ പോയി മേടിക്കും. അപ്പൊ കയ്യില് പൈസ ഒന്നും ഇല്ലല്ലോടാ, പിന്നെ എങ്ങനെ മേടിക്കുന്നത്? ബാങ്കിലുണ്ട്, ഞാൻ മേടിച്ചുതരാം. പിടിച്ചേക്കല്ലേ, ഞാൻ റോബ് നക്കി. നീ റോബ് നോക്കിയാ? അടിപൊളി. ഇവിടെ ഇല്ലെന്ന് തോന്നടാ, ഇവിടെ റോബ് മാത്രമല്ലെന്ന് തോന്നുന്നു. വാ വേറെ നോക്കാം വാ. എവിടെ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ പക്ഷേ റേഡിയോ ഇല്ല. റേഡിയോ ഉണ്ട്, ഫോൺ റേഡിയോ. എനിക്കൂടെ മേടിച്ചാണോ? ഇതൊക്കെ ഉണ്ടാവും, ജയം തോൽവി എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇത് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഇതിലാ നിക്കണേ. എടാ എന്റെ 259 കിട്ടിയടാ. സെറ്റ്